കീർത്തി സുരേഷിന്റെ മഹാ അത്ഭുതം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് കപ്പ് രമ്പ്. എനിക്ക് തോന്നുന്നു സോൾട്ട് ആൻഡ് ക്യാംഫർ എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. ബേസിക്കലി ഒരു തെലുങ്ക് പടമാണ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആമസോൺ ഒറിജിനൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഈ ഓഫ് ബീറ്റ് കോമഡീസിന്റെ വലിയൊരു ഫാൻ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വെച്ചാൽ ദിസ് മൂവീസ് ഓൾ യുവേഴ്സ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാത്തവരാണെന്ന് വെച്ചാൽ കീർത്തി സുരേഷ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉയരെടുത്തോളൂ. സോ ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം കീർത്തി സുരേഷിനെ പറ്റി പറയണം. വാട്ട് എ പെർഫോമർ ബ്രോ. ഇജാതി കോമാളിത്തരം എനിക്ക് തോന്നുന്നു വേറെ ഒരു ആക്ടർക്ക് ചെയ്യാൻ പറ്റും. അത്രയും ഗംഭീരമായിട്ടാണ് ഈ കൊഞ്ചല് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിനോടാണ് പറയാനുള്ളത്, കോമാളിത്തരത്തിന് എന്തെങ്കിലും ഒരു നാഷണൽ അവാർഡ് കൊടുക്കാൻ പറ്റുക വെച്ചാൽ ആ കൊച്ചിന് ഒരു 10-15 കൊടുക്കണം. കാരണം അത്രയും കിടലായിട്ടാണ് അത് പെർഫോം ചെയ്യാൻ. കൊഞ്ചല്, കോമാളിത്തരം, ക്രിഞ്ച് ഫെസ്റ്റ്, അതിന്റെയൊക്കെ ഒരു വയറിളക്കെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കീർത്തി സുരേഷിന്റെ പെർഫോമൻസ്. സോ എനിക്ക് മനസ്സിലാവാത്ത ഈ കൊച്ചു ദേഷ്യം വന്നാൽ കൊഞ്ചും, സങ്കടം വന്നാൽ കൊഞ്ചും, സന്തോഷം വന്നാൽ കൊഞ്ചും, ആരെങ്കിലും ചത്തുപോയാലും കൊഞ്ചും. അതാണ് അവസ്ഥ ഈ സിനിമയിലും. സോ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ സ്ലാപ്സ്റ്റിക് കോമഡീസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തമിഴിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര വെറുപ്പിക്കലായി തോന്നി. അപ്പൊ ഞാൻ നേരെ തെലുങ്ക് കണ്ടു. സോ എനിക്കൊന്ന് തമിഴില് കീർത്തി സുരേഷ് അല്ല ഡബ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ആ സൗണ്ട് എന്തോ വ്യത്യാസം തോന്നി. തെലുങ്ക് കണ്ടപ്പോ ഈ മറ്റേ ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടക്കിണറ്റിക്ക് ചാടിയ ഒരു അവസ്ഥയായിരുന്നു. അജാതി വെറുപ്പിക്കലായിരുന്നു. സോ ഇത് അവരെന്നെ കീർത്തി സുരേഷ്, അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെ കീർത്തി സുരേഷ് കാണിക്കുന്നത് കാണുമ്പോ അയ്യേ പറഞ്ഞിട്ട് ഛർദ്ദിക്കാൻ പോണ പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നാട്ടുകാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഗംഭീരമായിരുന്നു. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, അതിലും ഗംഭീരമായിരുന്നു. സോ നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു ഈ സിനിമ. ഇല്ല എന്നൊന്നും പറയില്ല, നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതായത് ഒരു ഗ്രാമത്തില് ഈ ഡെഡ് ബോഡീസ് ഒക്കെ വന്നിട്ട് ഒരു സ്ഥലത്താണ് മറ്റേ സംസ്കരിക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ അവിടെ വാട്ടർ ഷോർട്ടേജ് ഉണ്ടാവും, അതേപോലെ തന്നെ വന്നിട്ട് വരൾച്ച ഉണ്ടാവും, അങ്ങനെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ 4 സ്പോട്ടും കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന ഒരു സർപ്പഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ കീർത്തി സുരേഷിന്റെ അച്ഛനായിരുന്നു വില്ലേജ് ഹെഡ് അഥവാ സർപ്പഞ്ച്. ആള് തട്ടിപ്പോണ്ട്. എന്റെ പൊന്ന് നാനകാരണ്ടി, നിങ്ങൾക്ക് ഈ സിനിമയുടെ അവസാനമൊക്കെ തട്ടിപ്പോയാൽ പോരായിരുന്നില്ലേ? അത്ര വെറുപ്പിക്കലല്ലേ നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ഇത് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ കീർത്തി സുരേഷിന്റെ വെറുപ്പിക്കലായിരുന്നു. സോ കീർത്തി സുരേഷ് ഈ കൊഞ്ചലും അതേപോലത്തെ ക്രിഞ്ച് ഫെസ്റ്റ് ഈ സിനിമയിൽ മാത്രമല്ല, ഇതിന് മുമ്പത്തെ ഒരു പടമുണ്ട് രഘുത്താത്ത പറഞ്ഞിട്ട്, അതിലും ദേശ് ആനന്ദ് തന്നെയാണ്. പിന്നെ നമ്മുടെ തെറിയുടെ റീമേക്ക് ബേബി ജോൺ, അതിലും ദേശ് ആനന്ദ് തന്നെയാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ സൈറൻ പറഞ്ഞിട്ട് ജയം രവിയുടെ ഒരു സിനിമയുണ്ട്, അതിൽ പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ആ കൊച്ചി തന്നെയാണ് കാണിക്കാറുള്ളത്. സോ യൂഷ്വലി ബാക്കി ഏത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും 2x 3x സ്പീഡിൽ ഇട്ടിട്ട് വേഗം കണ്ടു തീർക്കായിരുന്നു. ഇതിലാണെങ്കിൽ അതും പറ്റില്ല. പടമാണെങ്കിൽ തീരണമില്ല. ഏകദേശം 2 മണിക്കൂർ 17 മിനിറ്റിന്റെ പടം.